വെൽക്കം ബാക്ക് ടു കിച്ചൺ ഡയറീസ്. ഇന്നത്തെ റെസിപ്പി വളരെ ടേസ്റ്റിയും സോഫ്റ്റും ആയിട്ടുള്ള ഈന്തപ്പഴവും ക്യാരറ്റും ഉപയോഗിച്ച് ഉണ്ടാക്കിയ ഒരു കേക്കിൻ്റെ റെസിപ്പിയാണ്. കുട്ടികൾ എല്ലാം വളരെയധികം ഇഷ്ടപ്പെടുന്ന നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു കേക്കിൻ്റെ റെസിപ്പിയാണിത്. ഇതിനായി ഞാനിവിടെ എടുത്തിരിക്കുന്നത് 10 ഈന്തപ്പഴമാണ്. ഇത് ഒരു കട്ടിംഗ് ബോർഡിൽ വെച്ച് ഇതിൻ്റെ കുരുവെല്ലാം കളഞ്ഞതിന് ശേഷം ഇതൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇപ്പോൾ ഞാനിവിടെ ഈന്തപ്പഴത്തിൻ്റെ കുരുവെല്ലാം കളഞ്ഞെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതൊന്ന് ചെറുതായി ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നീട് ഇത് ഞാൻ ഒരു ബൗളിനകത്തേക്ക് മാറ്റിയിട്ടുണ്ട്. അതിനുശേഷം ഇതിനകത്തേക്ക് 1/3 കപ്പ് മിൽക്കാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പോൾ പാൽ ചേർത്തതിന് ശേഷം ഇത് ഒരു സ്പൂൺ ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് കൊടുക്കുന്നുണ്ട്. ആ പാലിൽ ഈന്തപ്പഴം നന്നായി മുങ്ങി നിൽക്കുന്ന വിധത്തിൽ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഇവിടെ മാറ്റി വെക്കുന്നുണ്ട്. ഒരു ബൗളിനകത്തേക്ക് ഒരു സ്ട്രെയിനർ വെച്ച ശേഷം അതിനകത്തേക്ക് 1 കപ്പ് അളവിൽ മൈദ ചേർത്ത് കൊടുക്കുക. പിന്നീട് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് സോഡയും 2 ഗ്രാമ്പു പൊടിച്ചതും ആണ്. പിന്നീട് ഒരു നുള്ളു ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നന്നായിട്ട് സീവ് ചെയ്തെടുക്കുക. അപ്പോൾ ഇത് 3 തവണയെങ്കിലും സീവ് ചെയ്തതിന് ശേഷം മാത്രം കേക്ക് ഉണ്ടാക്കാൻ യൂസ് ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾ ഒരു സ്പൂണോ അല്ലെങ്കിൽ ഒരു വിസ്കോ ഉപയോഗിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ആ ബേക്കിംഗ് പൗഡർ എല്ലാം മൈദയുടെ എല്ലാ ഭാഗത്തും എത്തുന്ന വിധത്തിൽ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. എങ്കിൽ മാത്രമേ നമ്മുടെ കേക്കിന് ആവശ്യത്തിനുള്ള സോഫ്റ്റ്നെസ് കിട്ടുകയുള്ളൂ. അപ്പോൾ ഞാനിതിവിടെ നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഇവിടെ മാറ്റി വെക്കുന്നുണ്ട്. പിന്നീട് ഒരു മിക്സിയുടെ ജാർ എടുത്ത ശേഷം അതിനകത്തേക്ക് 2 മുട്ട പൊട്ടിച്ച് ചേർക്കുന്നുണ്ട്. മുട്ട ചേർത്തതിന് ശേഷം പിന്നീട് ഇതിനകത്തേക്ക് 1/2 കപ്പ് അളവിൽ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇവിടെ ഞാൻ ബ്രൗൺ ഷുഗറാണ് എടുത്തിരിക്കുന്നത്. പിന്നീട് ഇതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ വാനില എസൻസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം 2 മിനിറ്റ് നിർത്താതെ നന്നായി ബ്ലെൻഡ് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നീട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന ഈത്തപ്പഴവും അതുപോലെ തന്നെ പാലും അടങ്ങിയ മിക്സ്ചറാണ്. അത് ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക. ആ ഈന്തപ്പഴം നന്നായി അരഞ്ഞു കിട്ടുന്ന വിധത്തിൽ വേണം അരച്ചെടുക്കാൻ. അത് ഞാനിവിടെ അരച്ചെടുത്തിട്ടുണ്ട്. പിന്നീട് ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് 1/2 കപ്പ് അളവിൽ ഓയിലാണ്. ഓയിൽ ചേർത്തിട്ടതിന് ശേഷം കൂടുതൽ സമയം നമ്മൾ ബ്ലെൻഡ് ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല. ഒന്ന് കറക്കിയെടുത്താൽ മാത്രം മതി. അതുകൊണ്ടാണ് ഇത് ഞാൻ ലാസ്റ്റിലായിട്ട് ചേർക്കുന്നത്. ഇപ്പോൾ ഓയിൽ ചേർത്തതിന് ശേഷം ഞാൻ ഇതൊന്ന് കറക്കിയെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇത് ഞാനിവിടെ ഒരു ബൗളിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ബൗളിനകത്തേക്ക് ഇത് ചേർത്തതിന് ശേഷം നമുക്ക് ഇതിനകത്തേക്ക് നമ്മൾ എടുത്തു വെച്ചിരുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇത് കുറേശ്ശെയായി ചേർത്തതിന് ശേഷം ഒരു സ്പാറ്റില യൂസ് ചെയ്ത് കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിൽ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുക. അപ്പോൾ ഞാനിവിടെ പഞ്ചസാര കാരമൽ ചെയ്യാതെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് കേക്കിന് നല്ല കളർ കിട്ടണമെങ്കിൽ നിങ്ങൾ ആദ്യം നമ്മൾ എടുത്തിരിക്കുന്ന 1/2 കപ്പ് പഞ്ചസാരയിൽ 1/4 കപ്പ് എടുത്തതിന് ശേഷം അതിലേക്ക് കാരമലൈസ് ചെയ്തതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിന് വെള്ളവും ചേർത്ത് നന്നായി തണിഞ്ഞെടുത്തതിന് ശേഷം ആ മിശ്രിതം ഈ ബാറ്ററിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഈ ബാറ്ററിലേക്ക് ബാക്കിയുള്ള ഫ്ലോർ കൂടെ ചേർത്ത് ഞാൻ ഇവിടെ കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിൽ നന്നായി ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കേക്കാണിത്. ഇപ്പോൾ ബാറ്റർ നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഇതിനകത്തേക്ക് ഒരു ക്യാരറ്റിൻ്റെ പകുതി ഞാനിവിടെ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അത് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ മധുരമെല്ലാം നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് കൂട്ടിയും കുറച്ചും ചേർത്ത് കൊടുക്കാവുന്നതാണ്. കാരണം ഈന്തപ്പഴത്തിൻ്റെ മധുരമെല്ലാം ആവുമ്പോൾ കേക്കിന് ആവശ്യത്തിനുള്ള മധുരം കിട്ടുന്നതാണ്. അപ്പോൾ നന്നായി ഇത് മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ നേരത്തെ തന്നെ ഇവിടെ കേക്ക് ടിൻ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ കേക്ക് ടിന്നകത്തേക്ക് കുറച്ച് ഓയിലോ അല്ലെങ്കിൽ ബട്ടറോ സ്പ്രെഡ് ചെയ്തതിന് ശേഷം ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് ഈ മിശ്രിതം ചേർത്ത് കൊടുക്കുക. പിന്നീട് ഇതിലെ എയർ ബബിൾസ് എല്ലാം ഒന്ന് പോകുന്നതിന് വേണ്ടി
നമ്മൾ ഒരു സ്ക്യൂറോ അല്ലെങ്കിൽ ഒന്ന് ടാപ്പ് ചെയ്തെടുക്കുകയോ ചെയ്യുക. അപ്പോൾ ഇതിന് ബാറ്റർ തയ്യാറാക്കുന്ന സമയത്ത് തന്നെ ഞാൻ ഒരു അടുപ്പിൽ ഒരു വട്ടച്ചെമ്പ് വെച്ച് മീഡിയം ഫ്ലെയിമിൽ 10 മിനിറ്റ് സമയം പ്രീഹീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഓവനിലാണ് വെക്കുന്നത് എങ്കിൽ ഒരു 10 മിനിറ്റ് മുമ്പേ ഓവൻ ഒന്ന് പ്രീഹീറ്റ് ചെയ്തെടുക്കുക. പിന്നീട് ഞാൻ ഇതിനകത്തേക്ക് ആൽമണ്ടും കുറച്ച് കാഷ്യൂ നട്ട്സും ഒന്ന് കട്ട് ചെയ്ത് ഇതിന് മുകളിൽ ഡെക്കറേഷന് വേണ്ടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ ഓവൻ സെറ്റപ്പ് എല്ലാം നന്നായി ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ വട്ടച്ചെമ്പിനകത്തേക്ക് ഒരു റിങ് ഇറക്കി വെച്ചതിന് ശേഷം ആണ് ഞാൻ ഇവിടെ ചൂടാക്കിയെടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് തുറന്നതിന് ശേഷം നമ്മൾ കേക്ക് ടിൻ ഇതിനകത്തേക്ക് വെച്ച് കൊടുക്കുക. മീഡിയം ഫ്ലെയിമിൽ 30 മിനിറ്റ് സമയമാണ് കേക്ക് ബേക്ക് ചെയ്യാൻ ആവശ്യമായി വന്നിട്ടുള്ളത്. ഇപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം, വളരെ പെർഫെക്റ്റായിട്ട് തന്നെ കേക്ക് ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഉൾവശമെല്ലാം ആവശ്യത്തിന് കുക്കായിട്ടുണ്ടോ എന്നറിയാൻ ഒരു സ്ക്യൂവർ യൂസ് ചെയ്ത് പ്രസ് ചെയ്ത് നോക്കുക. ഇപ്പോൾ സ്ക്യൂവർ ക്ലീനായി കിട്ടുകയാണെങ്കിൽ കേക്ക് ആവശ്യത്തിന് ബേക്ക് ആയിട്ടുണ്ടെന്നർത്ഥം. ഇപ്പോൾ എൻ്റെ കേക്ക് ആവശ്യത്തിന് കുക്കായി കിട്ടിയിട്ടുണ്ട്. ഇത് ഞാനിവിടെ ചെമ്പിൽ നിന്നും മാറ്റി തണിയുന്നതിന് വേണ്ടി പുറത്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ കേക്കിൻ്റെ ചൂടെല്ലാം തണിഞ്ഞതിന് ശേഷം അതിൻ്റെ ബട്ടർ പേപ്പർ എല്ലാം റിമൂവ് ചെയ്തതിന് ശേഷം ഞാനിവിടെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ക്യാരറ്റ് കേക്കാണ് തയ്യാറാക്കിയിരിക്കുന്നത്. ട്രൈ ചെയ്ത് നോക്കൂ.